എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് മേദല ഗ്രാമത്തിൽ 5000-ലധികം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട്. അത്യപൂർവ നിർമ്മിതിയാൽ ആരെയും അതിശയിപ്പിക്കുന്ന ഒരു ക്ഷേത്രം. മാതൃദൈവമായ ദുർഗാ ഭഗവതി കുടികൊള്ളുന്ന കല്ലിൽ ഭഗവതി ക്ഷേത്രം. ഇരുപത്തെട്ട് ഏക്കറോളമുള്ള ഒരു വനത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം. 9-ാം നൂറ്റാണ്ടിൽ ജൈനന്മാർ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് ചരിത്രരേഖകൾ പറയുന്നു. ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നത് ജൈനന്മാരുടെ കാലത്താണ്. ആര്യാധിപത്യ കാലത്തോടെ ജൈനക്ഷേത്രങ്ങൾക്കുമേൽ അധിനിവേശമുണ്ടാവുകയും തുടർന്ന് ഈ ക്ഷേത്രം ബ്രാഹ്മണീകരിക്കപ്പെട്ടുവെന്നുമാണ് കണ്ടെത്തലുകൾ. ജൈനമതത്തിലെ യക്ഷിയായ പത്മാവതിയെയാണ് ഇവിടെ ഭഗവതിയായി പ്രതിഷ്ഠിച്ചത് എന്ന് കരുതപ്പെടുന്നു. ജൈനമതത്തിലെ പാർശ്വനാഥന്റെയും മഹാവീരന്റെയും വിഗ്രഹങ്ങളാണ് പിന്നീട് ശിവന്റെയും വിഷ്ണുവിന്റെയും വിഗ്രഹങ്ങളായി മാറിയതെന്നും ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഒരു പടുകൂറ്റൻ പാറയുടെ മുകളിൽ പണിത് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ 120 പടികൾ കയറണം. കല്ലിൽ തീർത്ത ഈ ഓരോ പടികൾ താണ്ടുമ്പോഴും കാലങ്ങൾ പിന്നിലേക്ക് ചെന്ന് പതിക്കുന്ന പോലെയാണ്. പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ അല്ല, അതിനുമപ്പുറം ആയിരക്കണക്കിന് ആണ്ടുകൾക്ക് മുൻപ് പണി കഴിപ്പിച്ച ഒരു മഹാത്ഭുതം കൂടിയാണ് ഈ കൽപ്പടവുകൾക്ക് മുകളിലുള്ളത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചെറുവനം തീർത്ത തണലാണ് കൊടും വേനലിൽ പോലും ഈ കൽപ്പടികൾ താണ്ടാൻ നമുക്ക് കരുത്താകുന്നത്. ക്ഷേത്രത്തിന്റെ കവാടം കടക്കുന്നിടം മുതൽ പാറകൾ നിറഞ്ഞ വഴിയും ചെറിയ കാടുകളും കാണാം. മുകളിലേക്ക് ചെല്ലും തോറും കൂറ്റൻ പാറക്കല്ലുകളാണ് വരവേൽക്കുക. ശ്രീകോവിലേക്കുള്ള പടികൾ അത്രയും കരിങ്കല്ലിൽ തീർത്തതാണ്. പടികൾ കയറി ചെല്ലുമ്പോൾ ഒരാനപ്പന്തലുണ്ട്. പ്രദക്ഷിണ വഴിയിലെല്ലാം കല്ലുകൾ പാകിയിരിക്കുന്നു. ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപമാകട്ടെ മേൽക്കൂരയടക്കം മുഴുവനായും കരിങ്കല്ലിൽ തീർത്തതാണ്. ഭഗവതി ഇരുന്നരുളുന്ന ശ്രീകോവിൽ ഒരു പടുകൂറ്റൻ ഗുഹയ്ക്കുള്ളിലാണ്. ഗുഹാക്ഷേത്രമായതിനാൽ തന്നെ പതിവ് ക്ഷേത്രങ്ങളിലേതുപോലെ പ്രദക്ഷിണം ചെയ്ത് ശ്രീകോവിലിന് പിന്നിൽ ചെന്ന് ദർശനം നടത്താൻ ഇവിടെ സാധിക്കില്ല. ഭഗവതിയെ പ്രദക്ഷിണം വയ്ക്കുന്ന ഭക്തർ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന ഈ കല്ലിനെയും കൂടിയാണ് പ്രദക്ഷിണം വയ്ക്കുന്നത്. ഒരിക്കൽ കാടിനുള്ളിൽ എത്തിച്ചേർന്ന ആളുകൾ അസാമാന്യ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കാണുന്നു. കല്ലുകൊണ്ട് അമ്മാനമാടി കളിക്കുന്ന അവരുടെ അടുത്ത് ചെന്ന് കാണുവാൻ പോയപ്പോഴേക്കും അവർ അവിടെ നിന്നും അപ്രത്യക്ഷയായി. ദേവീ ചൈതന്യമുള്ള ആ സ്ത്രീ കല്ലിൽ ഭഗവതിയായിരുന്നുവെന്നാണ് വിശ്വാസം. ദേവി കളിച്ചപ്പോൾ മുകളിലേക്ക് പോയ കല്ല് ക്ഷേത്രത്തിന്റെ മേൽക്കൂരയായി മാറിയെന്നും താഴേക്ക് വന്നത് ഇരിപ്പിടമായി എന്നൊരു ഐതിഹ്യം കൂടി നിലനിൽക്കുന്നു. പാറയ്ക്ക് മുകളിലാണ് ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും വിഗ്രഹങ്ങൾ. ഗണപതി, ശാസ്താവ്, കരുനാഗയക്ഷി എന്നിവർ സാന്നിധ്യമരുളുന്നു. വലിയമ്പലത്തിന് വെളിയിലായി വടക്ക് കിഴക്ക് മൂലയിൽ പടിഞ്ഞാറേക്ക് ദർശനമായി 9 പ്രതിഷ്ഠകളുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് കല്ല് വഴിപാടും ചൂല് വഴിപാടും. സ്ത്രീകൾക്ക് മുടി വളരുവാനും പുരുഷന്മാർക്ക് കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറാനുമാണ് ചൂൽ വഴിപാട് നടത്തുന്നത്. ഓല കൊണ്ട് നിർമ്മിച്ച ചൂല് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് ചൂൽ വഴിപാട്. പാതി വഴിയിൽ മുടങ്ങിയ വീടുപണി പൂർത്തിയാക്കുവാനാണ് കല്ല് വഴിപാട് നടത്തുന്നത്. പണി നടക്കുന്ന വീട്ടിൽ നിന്നും കല്ലുകൾ ക്ഷേത്രത്തിലെത്തിച്ച് ഭഗവതിയെ ദർശിച്ചാൽ 1 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാകുമെന്നാണ് വിശ്വാസം. കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ചരിത്രത്തിലേക്ക് കൂടിയുള്ളൊരു യാത്രയാണ്. ആയിരക്കണക്കിന് ആണ്ടുകൾക്കപ്പുറത്തേക്കുള്ള ഒരു അത്ഭുത പ്രയാണം.